ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എടപ്പള്ളിയിൽ ഇങ്ങനെ ലൈറ്റിംഗ് ഒക്കെ കാര്യങ്ങൾ കാണാൻ വേണ്ടിയാണ്. ഇതേ കാണിച്ചു തരാം. സാദിഖിൻ്റെ വ്ളോഗാണ്. വോയിസ് ഓവർ ചെയ്യുന്നത് അരവിന്ദ്, ബാംഗ്ലൂരിൽ നിന്ന്. ഞാനൊരു പിഴയാണ്. ഞാൻ അത് അങ്ങനെ ഇടും. സോ ഗൈസ്, ഇതാണ് എൻട്രൻസ്. എന്ത് അടിപൊളിയല്ലേ? അടിപൊളിയാ. ഇവര് ആൾക്കാരാണ്. നമുക്ക് എല്ലാ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം. അരവിന്ദ് ബാംഗ്ലൂരിൽ നിന്നും അരവിന്ദ് ബാംഗ്ലൂരിൽ നിന്ന് കാണാൻ വന്നതാണ്. ഇത് എടപ്പള്ളിയുടെ ലൈറ്റ് ഷോ. അവിടെ ലൈറ്റ് ഒന്നും ഇല്ലടാ. അവിടെ ലൈറ്റ് കുറവാണ്. അവിടെ ലൈറ്റ് കുറവാണ്. ഇഷ്ടം പോലെ ആൾക്കാർ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ കാണാം. അങ്ങോട്ട് പോവാം. നേരെ പോയി നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി കാണുന്നത്. വലിയ ഗ്രാൻഡ് ആണ്. അവിടെ ഇങ്ങനെ ഒരു പരിപാടി ഇല്ല. ഇവിടെ ലൈറ്റ്സ് ഇല്ല. ലൈറ്റ്സ് ഉണ്ട്. ലൈറ്റ്സ് ഇല്ല. ഇത്രയും കിടിലല്ല അല്ലേ? ഇല്ല. നോ, ഇറ്റ്സ് മോർ ബെറ്റർ ദാൻ ദിസ്. ദിസ് ഫക്കിംഗ് ബെറ്റർ. സോ ബാംഗ്ലൂരിൽ നിന്ന് ആൾക്കാർ കാണാനൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. കൊച്ചിയിലെത്തിയിരിക്കുകയാണ് ഗൈസ്. എൻ്റെ വ്ളോഗ് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാൻ പോവുകയാണ്. അരവിന്ദിന് എങ്ങനെ എടുക്കും? So hi guys, so we are going to meet some special things that are happening on Kochi, Ernakulam. So ഗൈസ്, നിങ്ങളിത് കാണുന്നത് എടപ്പള്ളി ചർച്ചിലെ വിഷ്വൽസ് ആണ്. എന്തുവാ പറയണ്ടേ, അവർ ഈ ലൈറ്റൊക്കെ ഭയങ്കര മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുകയാണ്. അത്രയാണ് എനിക്ക് പറയാം. ബാക്കി നീ തന്നെ പറഞ്ഞു. അവിടുത്തെ എന്ത് ചെയ്യുന്നു? ലൈറ്റിങ്സ് ഒക്കെ ഇവിടെ എങ്ങനെയുണ്ട്? അതിനിപ്പോൾ വന്ന് ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ലൈറ്റിംഗ്? ഷുവർ, കമോൺ. ആദ്യം ചോദിക്കും ആണോ പെണ്ണോ അങ്ങനെ ഒക്കെ ഉണ്ടാ. മാമനോ മാമിയോ ചോദിച്ചാൽ മതി. ആയിച്ചേട്ടാ പറഞ്ഞിട്ട് പോയി നിന്നെ. എന്തെന്ന് ആയിച്ചേട്ടാ? എക്സ്ക്യൂസ് മീ, ക്യാൻ യു വെയിറ്റ് ഫോർ എ മിനിറ്റ്? മെട്രോ ടൈമിൽ. എന്താടാ, റിജക്ഷൻ എടുത്താലും ഇങ്ങനെ കിട്ടത്തുള്ളൂ. ഇപ്പൊ ഒരു റിജക്ഷൻ കിട്ടിയില്ലേ? ഹായ് ഹായ്. വീണ്ടും റിജക്ഷൻ. ഹലോ ബ്രോ. പൊന്നോ ഒടുക്കത്താ. പിന്നെ ഹലോ ബ്രോ, വെയിറ്റ് എ മിനിറ്റ്. എന്ത് ഈ ആംബിയൻസ് എങ്ങനെയുണ്ട്? ഈ എടപ്പള്ളി പള്ളിയുടെ ഈ ലൈറ്റിംഗ് ആംബിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? നീ എൻ്റെ എന്തിനു ചോദിക്കുന്നത്? എനിക്ക് കണ്ടുപിടിയ ഇമോഷണൽ ഡാമേജ്. ഹൗ ഈസ് ദിസ് ആംബിയൻസ്? അമേസിംഗ്. ഗുഡ്. പ്രീവിയസ്ലി ഇവിടെ വന്നിട്ടുണ്ടോ? വരാറുണ്ട്. എത്ര വർഷമായിട്ട് വരാറുണ്ട് ഇവിടെ? 2-3 വർഷമായിട്ട് വരാറുണ്ട്. 2-3 വർഷം വരാറുണ്ട്. കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ ആംബിയൻസ് എങ്ങനെയുണ്ട്? കഴിഞ്ഞ വർഷം കുറച്ചൊക്കെ തിരക്കുണ്ടായെന്ന് എനിക്ക് തോന്നണം. ഇപ്പോഴത്തെ ഈ വർഷത്തെ ലൈറ്റിംഗ് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. നന്നായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.
എനിക്ക് മലയാളം അറിയാം. അറിയാലോ, ഞാൻ മലയാളിയാണ്. കഴിഞ്ഞ വർഷം ഈ പള്ളി വന്നിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം ഈ പള്ളി വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. അപ്പോഴത്തെ ക്രൗഡ് ഇപ്പോഴത്തെ ക്രൗഡും കൂടെ കമ്പയർ ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ ക്രൗഡ് കൂടുതലാണോ? അത്യാവശ്യം ഉണ്ട്. ഇവിടുത്തെ ലൈറ്റിംഗ് ആംബിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? സെറ്റാണ്, അടിപൊളിയാണ്. അടിപൊളിയായി. കഴിഞ്ഞ പ്രാവശ്യത്തിനെ അപേക്ഷിച്ച് ഇപ്രാവശ്യം എത്ര? കുഴപ്പമില്ല, രണ്ടും ഏകദേശം ഓക്കെയാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ന്യൂ ഇയറിനൊക്കെ പഠിപ്പിച്ചാൽ വന്നേനെ. ലൈറ്റിംഗ് ആംബിയൻസ് എങ്ങനെയാണ്? അത് അടിപൊളിയായി. ഇന്നലെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തിനെ അപേക്ഷിച്ച് സൂപ്പറാണ്. പേരെന്താണ്? എൻ്റെ പേര് ജിത്തു. എവിടെ നിന്നാണ്? ഞാൻ പാലക്കാട്. ഓക്കെ, ശരി. പാലക്കാട് ഇത് കാണാൻ വേണ്ടി വന്നതാണോ? അല്ല, ഞങ്ങളിവിടെ കുബാബയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാ. ശരി, ഓക്കെ, ശരി. നമ്മളിവിടെ പള്ളിൻ്റെ അകത്ത് കയറാൻ പോവുകയാണ്. ഇനി പറഞ്ഞ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാം. ലൈറ്റ് കളർ ചേഞ്ച് ചെയ്യുന്ന അടിപൊളിയല്ലേ ആടാ അരുവിൻ്റെ? അല്ലേ, നല്ലൊരു ഇതെന്ത്? ഇത് പഴം. വാവ്, ദാറ്റ്സ് നൈസ് പ്ലേസ്. വാ, നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം. വാ സോ ഞാനെന്താ ഇവിടെ ആദ്യമായിട്ടാണ് ഈ ചർച്ചിൽ. അരവിന്ദ് ബാംഗ്ലൂരിൽ നിന്ന് വ്ളോഗ് എടുക്കാൻ വന്നിരിക്കുക. അരവിന്ദിൻ്റെ ഗഡ്സ്, അത് സമ്മതിക്കണം ഗൈസ്. അന്ന് സോഷ്യൽ ആങ്സൈറ്റി ഒന്നുമില്ല, പേടിയൊന്നുമില്ല. ഇനി ഇവൻ്റെ ഒറ്റൊരു ആഗ്രഹം എന്ന് പറയുമ്പോൾ ഈ ഗേൾസിനോട് സംസാരിക്കുന്നതാണ്. അത് മാത്രം പറ്റിയിട്ടില്ല. പക്ഷേ ഇങ്ങോട്ടല്ലടാ, അങ്ങോട്ട് പോവാം. അരവിന്ദ് അല്ല, ഇങ്ങോട്ട് വന്നിട്ട് പോവാം. ആ സൈഡ് ഒരു ഗ്രൂപ്പ് അവിടെ ചെയ്യും. ചോദിക്കും. വീണ്ടും ഇവൻ ഒരാളത് ചാലഞ്ച് എടുക്കാൻ പോയി. ഹലോ ബ്രോ, നമ്മൾ ആക്ച്വലി കമ്മിങ് ഫ്രം എ യൂട്യൂബ് ചാനൽ. ഐ വാസ് സെർച്ചിങ് ഫോർ എ ഒപ്പീനിയൻ ഫ്രം ദിസ് ലൈറ്റിങ്സ്. അടിപൊളി. ഈ ലൈറ്റിങ്സ് എങ്ങനെയുണ്ട്? ലൈറ്റിങ്സ് ഇഷ്ടമായി. അത് കണ്ടുകൊണ്ടാണ് ഇങ്ങോട്ട് കയറിയത്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, ലാസ്റ്റ് ആയിട്ടാണ്. ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ലൈറ്റിങ്സ് എങ്ങനെയുണ്ട്? ലൈറ്റിങ്സ് പക്കയാണ്. ഓക്കെയാണ്. നമ്മൾ കുറേ ആൾക്കാർ സ്റ്റോറിയും കണ്ട്. പേരെന്താ? ഷാഹിൽ. എവിടെന്നാ? മലപ്പുറം. മലപ്പുറത്ത് നിന്ന് ഇവിടെ ലൈറ്റിംഗ് കാണാൻ വന്നതാണോ? ഇവിടെ കൊച്ചി കണക്ക് ഇറങ്ങിയതാണ്. ഓക്കെ, അത് ഫുൾ കണ്ടപ്പോഴാണ് ഇറങ്ങി. ഓക്കെ, ജസ്റ്റ് ഫോർ ദാറ്റ്. താങ്ക്സ്. ഗൈസ്, അടുത്ത ആളെ നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ആംബിയൻസ് എന്തായാലും അടിപൊളിയാണ്. നമ്മൾ ആക്ച്വലി കമ്മിങ് ഫ്രം സാഡിക് ബ്ലോഗ്സ് ഇൻ യൂട്യൂബ്. നമ്മൾ ഇവിടുത്തെ ആംബിയൻസ് എങ്ങനെ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ഒപ്പീനിയൻ എടുക്കാൻ ചെറിയൊരു വീഡിയോ എടുക്കാൻ വന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടോ? ഞങ്ങൾ ഈ പരിസരത്ത് തന്നെയുള്ള ആൾക്കാർ. പരിസരത്ത് തന്നെയുള്ള. ഇവിടുത്തെ ആംബിയൻസ് ഇപ്രാവശ്യം എങ്ങനെയുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിനെ അപേക്ഷിച്ച്? സൂപ്പറാണ്. ഓരോ വർഷമായിട്ട് ബെറ്റർ ആണ്. ഓക്കെ, പേരെന്താണ്? നിമ്മി. താങ്ക്സ്. സുമി. ഓക്കെ, താങ്ക് യു. ഇതാണ് ഇവിടുത്തെ ട്രീ ആയിട്ട് ഇന്ന് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഇത് കാണാൻ നല്ല രസമുണ്ട് അല്ലേ? അതെ, സ്റ്റാൻഡേർഡ് ഒന്നും വേണ്ട. ഓക്കെയാണ്. അതെ, ഇപ്പം കുറേ പേര് വന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ കാണാം. നമ്മൾ ഇതിലാണ് നമ്മളെ ചാലഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി വേറൊരാൾ കൂടെ കുറേ പേര് നോക്കണതേ ഗൈസ്, ഇതിൽ കാണാം കുറേ പേര് നമ്മളെ തന്നെ നോക്കണേ. എന്നിട്ട് കുറച്ച് പേരൊക്കെ ഓടണ്, പേടിച്ചില്ലെന്ന് അറിഞ്ഞൂടാ അല്ലേ അരവിന്ദ്? ക്യാമറ കൊണ്ടുവരുമ്പോൾ കുറേ പേര് ഓടണുണ്ട്. എന്താണ് സംഭവം? എല്ലാവർക്കും ആങ്സൈറ്റി ഉള്ളവർക്ക് ഈ സോഷ്യൽ ആങ്സൈറ്റിയും സോഷ്യൽ ഫിയറും ആണ്. അതാണ് സത്യം. പക്ഷെ അങ്ങനെ പേടിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. പേടിച്ചിട്ട് എന്താണ് കാര്യം? ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഒരു വീഡിയോ ജസ്റ്റ് അവർ എത്രയോ മാത്രം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. എൻ്റെ ഒരു വീഡിയോക്ക് 2 മിനിറ്റ് നിൽക്കാൻ പറയുമ്പോഴത്തേക്ക് ടൈമില്ലാതെ അത്രയ്ക്ക് ബിസിയുള്ള ആൾക്കാരൊക്കെ. ഇപ്പം ഞാനിപ്പം
ആർക്കെങ്കിലും ചോദിക്കാമല്ലേ? ചോദിക്കാം. നീ നമുക്ക് ഇവൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. ഇവൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ് ഈ ഒരു ലൈറ്റും കാര്യങ്ങളും കാണാൻ വേണ്ടി. ലൈറ്റിംഗ് ആംബിയൻസ് ഒക്കെ വളരെ നല്ലതാണ്. വളരെ നല്ലത്. നീ കുറേ വട്ടം ആയത്. സീരിയസ്ലി ഞാൻ ബാംഗ്ലൂർ അങ്ങനെ വലുതായിട്ടൊന്നും ഇങ്ങനെ ഒരു ആംബിയൻസ് കണ്ടിട്ടില്ല. ബട്ട് പിന്നെ കൊച്ചിയിൽ വന്നപ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു ആംബിയൻസ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കാം എനിക്ക് നാട്ടിലൊരു ക്രിസ്മസ് ഫെസ്റ്റിവൽ എങ്ങനെയാണെന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അത് നല്ലതാണ്. ഇവിടെ കുറേ ഇതേ കണക്ക് തന്നെ എല്ലാ പരിപാടിക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണും. ഞാൻ പിന്നെ കൊച്ചിയിൽ ആദ്യമായിട്ടാണ് ഒരു ക്രിസ്മസ് വരുന്നത്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് നടക്കാം. ഗൈസ്, എനിക്ക് എന്തോ പേടി പോലെ. നിന്നെ ഇപ്പൊ ആർക്കും അറിഞ്ഞൂടാ. നീ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ തന്നെ നിന്നെ ആർക്കെങ്കിലും ഒക്കെ അറിയാം. ശരിയാണ്. ഈ മടി വിചാരിച്ച ആരുടെയും ഒക്കെ പോയി ചോദില്ലേ, അപ്പൊ എന്തെങ്കിലും ഒക്കെ നിനക്ക് കിട്ടും. അല്ലാതെ നീ ഇപ്പം ഈ ബാക്ക് ഓഫ് മൈൻഡ് വിചാരിച്ചിരുന്നതിനാ നിന്നെ ആരും അറിയാൻ പോണില്ല. My God, sentimental and psychological move. എനിക്ക് സംസാരിക്കുന്നുണ്ട്, പക്ഷേ അത് എന്തോ പറ്റുന്നില്ല. നീ പോയി ചോദിര്, നിനക്ക് എന്താണ് സംസാരിക്കണമെന്ന് വെച്ചാൽ പോയി സംസാരിക്കരുത്. അപ്പോഴേ അല്ലേ അറിയാളൂ അവർക്ക് എന്താണ് നിന്റെ സംസാരിക്കാനുള്ളതെന്ന്. അത് ശരിയാണ്. നമുക്ക് ആർത്ത് ചോദിക്കാം. നീ പറ. ഇനി നീ പറയാൻ ഒരാൾ ഈ ഫ്രണ്ടിൽ നിൽക്കുന്നവരുടെ നമ്മൾ സംസാരിക്കാൻ പോയത്. എനിക്കാണെങ്കിൽ പേടിയാണ് ഗൈസ്. പക്ഷെ അങ്ങനെ പേടിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലേ? അടിച്ചിട്ട് എന്താണ് കാര്യം? ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഒരു വീഡിയോ ജസ്റ്റ്. ഓക്കെ, സോ മാസ്കിട്ടിട്ടുണ്ട്. ഇപ്പം നിന്നെ ആർക്കും അറിയത്തില്ല. നിനക്ക് 4 ആളെ അറിയാന്നുള്ളവരാണെങ്കിൽ നീ ആങ്സൈറ്റി ഫീൽ ചെയ്താൽ മതി. ഇപ്പം നിന്നെ ആർക്കും അറിയാത്ത പക്ഷം നിനക്ക് ഒരു കുഴപ്പമില്ല. ശരിയാണ്. പിന്നെന്താ കുഴപ്പം? ഉള്ളിന്ന് ഒരു തേങ്ങയില്ല. പോയി ചോദിര്. എന്തായാലും ആൾക്കാർ വരണുണ്ട്. ഇവൻ്റെ അടുത്ത് ചോദിക്കണ്ട, ഇവൻ പാവുന്നു. സോ ചേട്ടാ ഒരു ചെറിയൊരു വീഡിയോ ആണ്. പേടിക്കണ്ട? പേടിയുണ്ടോ വീഡിയോ എടുക്കാൻ? പേരെന്താ? പേര് അജയ്. ഓക്കെ. ഇവിടെ ഉള്ള ആളാണോ? അല്ല, ഞങ്ങൾ പാലക്കാട്. ഇവിടെ വർക്ക് ചെയ്യാണോ? എന്ത് വർക്കാ? ഞങ്ങൾ ഒരു ഷോറൂമിൽ വർക്ക് ചെയ്യാം. ഓ, അങ്ങനെ കാറിന്റെ ഷോറൂമാണോ? ഓക്കെ. ഈ ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇവിടെ? അല്ലല്ല, ഞങ്ങൾ മിനിയാന്ന് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ന്യൂ ഇയർ പ്ലാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഓ, മാറി നിൽക്കണം. പേടിയുണ്ടോ? ഓക്കെ, താങ്ക്സ് ഏട്ടാ. സോ ഒരു ഫിയർ കുറഞ്ഞിരിക്കുകയാണ് ഗൈസ്. കുറച്ച് ധൈര്യം ബൂസ്റ്റായി. ഇനിയും വേറെ ആൾ പിടിക്കല്ലേ? എനിക്കാണെങ്കിൽ നല്ല പേടിയാണ് ഗൈസ്, സത്യം പറയാമല്ല. എനിക്ക് ആൾക്കാരടുത്ത് എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്ക് വലുതായിട്ട് അറിഞ്ഞൂടാ. അപ്പം നമുക്ക് എന്തായാലും ഒരാളത്ത് ചോദിക്കാം. ചേട്ടാ ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് ഞാൻ ഒന്ന് ചോദിക്കാൻ. ഈ ഒരു ആംബിയൻസിനെ കുറിച്ച് ഇവിടെ ഉള്ള ആളാണോ? ഇവിടെ എറണാകുളം ആണോ? ഓക്കെ. അല്ല, ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ ട്രീ നൈസ് ആയിരുന്നു. നമ്മുടെ സ്റ്റാർ നിൽക്കുന്ന അവിടെ ട്രീ ആയിരുന്നു. ഒരു ട്രീ, ബിഗ് ട്രീ ആയിരുന്നു. പിന്നെ എനിക്ക് ട്രീ ആണ് ഇങ്ങോട്ടേക്ക് വെച്ചേക്കണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. അത് റോളിംഗ് സ്റ്റാർ ആയിരുന്നു. എനിക്കൊന്നും ഇപ്പൊ അത് വർക്കിംഗ് അല്ല, നിലവിൽ അത് വർക്കിംഗ് അല്ല. കഴിഞ്ഞ അവിടെ ട്രീ ആയിരുന്നു. ഇല്ല, ഈ ഒരു കോമ്പൗണ്ട് ഉള്ളു. ജസ്റ്റ് ഇവിടെ അത്രേ ഉള്ളൂ. മാനുവൽ. മേരി ക്രിസ്മസ്. കുറേ നടക്കുകയാണ് ഗൈസ്. ഇവിടെ ഫുൾ ആൾക്കാരാണ്. ഇനി ആർത്ത് സംസാരിക്കണം, ആർത്ത് ചോദിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. ഇങ്ങനെ പിന്നെ സോഷ്യലായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യണത്. പക്ഷേ എനിക്ക് എന്ത് പറയണമെന്ന് ഇവനെ കറങ്ങിക്കൊണ്ടിരിക്കണത്. എനിക്ക് എന്ത് പറയാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ കപ്പിൾസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം അവിടുത്തെ ചോദിച്ചാൽ ശരിയാവോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും ഒരാളടുത്ത് ചോദിക്കാം. ഇവിടെ ഫാമിലീസൊക്കെ കൊണ്ട് ചിലപ്പോൾ അടി കിട്ടോടാ. എനിക്ക് അടി കിട്ടോ? ഒരു ചെറിയൊരു വീഡിയോ ആണ്. ക്യാമറ പേരെന്തായിരുന്നു? ഷബീർ. ചേട്ടൻ്റെ പേര് വിഷ്ണു. ഇവിടെ ആദ്യമായിട്ടാണോ? സ്വന്തം വീടാണോ? ഈ ലൈറ്റ് ആംബിയൻസ് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? അല്ല, കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നോ? ആദ്യമായിട്ടാണ്.
ഓക്കെ ഓക്കെ. ന്യൂ ഇയർ എവിടെ പോകാൻ പ്ലാൻ? ന്യൂ ഇയർ പ്രത്യേകിച്ച് പ്ലാനൊന്നും ആയിട്ടില്ല. പ്ലാൻ ഇല്ല. ഫോർട്ട് കൊച്ചി പ്ലാൻ ഇല്ല. ഫോർട്ട് കൊച്ചിയിൽ തിരക്കാവും. തിരക്കായിരിക്കും. ചെറിയൊരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയാണ്. താങ്ക്സ് അല്ലോ. താങ്ക്സ്. ചാനലാണ് സാദിഖ് വ്ലോഗ്സ് എന്ന് പറഞ്ഞ ഒരു ചാനലാണ്. ഗൈസ്, ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പോണ വഴിക്ക് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ എന്തേ നമ്മൾ പോവുകയാണ് ഗൈസ്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയാണ്. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ചോദിക്കാം. വാടാ ഗൈസ്. ഞാൻ എന്താ അടുത്തൊരു ചാലഞ്ച് എടുക്കാൻ പോണു. ഒരു വുമണിനോട് സംസാരിക്കാനുള്ള ചാലഞ്ചിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. ഞാൻ ആരെങ്കിലും വരോ സംസാരിക്കോ ഇല്ലെന്ന് അറിഞ്ഞൂടാ, എന്താവുന്നോ അത് അറിഞ്ഞൂടാ. എനിക്ക് നല്ല പേടിയാണ്. A few moments later. ഗൈസ്, ആരെ കാണുന്നില്ല. ആരുമില്ല. ആരെന്ന് പോയി ചോദിക്കാം. 1 hour later. എനിക്ക് സീരിയസ് ആയിട്ട് ആരും കാണുന്നില്ല. എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ, സോഷ്യൽ ആങ്സൈറ്റിയാണ് എനിക്കുള്ളത്, സത്യം പറയാല്ല. അപ്പം നമുക്ക് ഒരാളത്ത് ആടുത്ത് ചെയ്യാം. One eternity later. യൂട്യൂബ് ചാനലിൽ നമ്മൾ ജസ്റ്റ് ഇവിടുത്തെ ഒരു ആംബിയൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ വേണ്ടിട്ട് വന്നാ. ഇവിടുത്തെ ആംബിയൻസ് എങ്ങനെയുണ്ട്? കൊള്ളാം, രസമുണ്ട്. കഴിഞ്ഞ വട്ടം ഇവിടെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം വന്നില്ല, ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ഇവിടുത്തെ ആംബിയൻസ് എങ്ങനെയുണ്ട്? കൊള്ളാം, രസമുണ്ട്. നല്ല രസമുണ്ട്. ലൈറ്റിംഗ് ആംബിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ലൈറ്റിംഗ്സ് എങ്ങനെയാണ്? അതല്ലേ പറഞ്ഞ രസമുണ്ട്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ചാലഞ്ചായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വെറുതെ ഇങ്ങനെ ഈ സോഷ്യൽ ആങ്സൈറ്റി മാറ്റാൻ വേണ്ടിട്ട് എല്ലായിടത്തും ഇങ്ങനെ ചോദിക്കുന്നത്. ആണല്ലേ? പേരെന്താ? നീമ. നീമ. ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെയാ. അറിയത്തില്ല. അല്ല, സിനിമയിലല്ല. പിന്നെ ഇല്ല, അത് ചുമ്മാ പറയാം. ചുമ്മാ നീമ ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്താൽ കിട്ടും. നിങ്ങൾക്ക് എത്ര കുറെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടോ? നിങ്ങൾക്ക് ഒരു 136K ഉണ്ട്. എന്റെ തള്ളു ഇത്ര നീമേ നീമയോന്ന് എന്റെ ഫണ്ടി വന്ന് നിന്നിട്ട് എന്നോട് ചോദിക്കുന്നത് പേര് പറഞ്ഞോണ്ട് ചോദിച്ചതാ. നീമ. നീമ ജോസ്. ആരാ ജോസ്? ആരാ? അല്ല, കണ്ടോ? നിന്റെ ചാനലാണോ? ഇവിടെ വർക്ക് ചെയ്യാണോ? ഇതിപ്പോ വീഡിയോ എടുത്തോണ്ടിരിക്കണോ? വീഡിയോ എടുത്തോണ്ടിരിക്കേ. നല്ല പോലെ എഡിറ്റ് ചെയ്യണേ. എന്റെ വീട് ഇവിടെ തന്നെയാണ്. പേരെന്താ? ടെൻസി. എന്താ വർക്ക് ചെയ്യാണ്? പണിയൊന്നും ഇല്ല, വെറുതെ ഇരിപ്പാണ് ഗൈസ്. വെറുതെ ഇരിക്കുക, ഒരു പണിയും ഇല്ല. എന്താ പഠിച്ചേ? ഒന്നും പഠിച്ചിട്ടില്ല, വെറുതെ ഇരിക്കുക. ഞാൻ ഡോക്ടറാ. ഞാൻ ശരിക്കും ഡോക്ടറാണ്. ഞാൻ ഡോക്ടറാ ശരിക്ക്. ഞാനിപ്പോ നിനക്ക് മെന്റലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു തരാം. ഒരു ചൂണ്ടിട്ടതാ. ഈ ചൂണ്ടിലേക്കാണ് കൊത്തും വേണമെങ്കിൽ നീ ഒന്ന് കണ്ണടയ്ക്ക്. വേണോ? ഇത് വേണം. നമുക്ക് ആദ്യം സിമ്പിൾ സ്റ്റെപ്പ് നോക്കാം. അപ്പൊ നീ നിന്റെ കൈ എന്റെ കയ്യില് ഹോൾഡ് ചെയ്യ്. നീ കണ്ണ് തുറക്കരുത്. കണ്ണ ഓക്കെ. കണ്ണ നല്ല അടച്ചു വയ്ക്ക്. കൈ പിടിച്ചു. ഇല്ല. ഓളാ പിടിച്ച്. മലപ്പുറമാണോ? അല്ല, ഞാൻ ട്രിവാൻഡ്രം. ഓ, ഓക്കെ. അപ്പൊ നീ കണ്ണടയ്ക്ക്. ഇനി നിന്റെ പഴയ കാലങ്ങളൊക്കെ ഉണ്ടല്ലോ, നിന്റെ പഴയ അത് ഓർക്കണ്ട, മറ്റേ പരിപാടികളൊന്നും ഓർക്കണ്ട. ചേട്ടാ, ഞാൻ പോയിക്കോട്ടെ. നിന്റെ നല്ല ഓർമ്മകൾ, മെമ്മറീസ് ഉണ്ടാവുമല്ലോ. നീ കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ടോ? അപ്പൊ അത് വർക്ക് ചെയ്യുന്നുണ്ടോ? എന്താ വർക്ക് ചെയ്യുന്നത്? അതെ. അപ്പം നീ അങ്ങനത്തെ നിന്റെ കൊളീഗ്സ്, നല്ല കൊളീഗ്സ്, നിന്റെ കൂടെയുള്ള നല്ല ഫ്രണ്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചോ? ഇപ്പം നിന്റെ മൈൻഡിൽ ഒരുപാട് ആൾക്കാർ വന്നില്ലേ? ഒരുപാട് ആൾക്കാർ വന്നു. നിനക്ക് അഫയർ ഉണ്ടായിരുന്നോ? കോളേജിലുണ്ടായിരുന്നു, സ്കൂളിലുണ്ടായിരുന്നു, കോളേജിലുണ്ടായിരുന്നു. കോളേജിൽ ഒന്നുള്ളായിരുന്നേ.
കള്ളം പറയുമല്ലോ. കള്ളം പറയുവാണെങ്കിൽ നിന്റെ കണ്ണിനിങ്ങനെ ആ കണ്ടോ തുളുമ്പുന്ന കണ്ടോ കണ്ണ് കണ്ണ് കണ്ടോ 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 ഈശ്വര ഇനി എന്ത് ചെയ്യും? കണ്ണ് തുളുമ്പുന്നുണ്ട്. ഒന്ന് അഫയർ ഒന്ന് അഫയർ, ബാക്കി സെറ്റപ്പ്, ബാക്കി എല്ലാം സെറ്റപ്പാണ്. ഒന്ന് മാത്രമേ അഫയർ ഉള്ളൂ, ബാക്കി എല്ലാം അവന് സെറ്റപ്പാണ്. തളരരുത് രാമൻകുട്ടി, തളരരുത്. പിന്നെ അവന്റെ കണ്ണ് കണ്ടോ, ഒന്ന് കണ്ടോ പെടച്ചത് കണ്ടോ കണ്ടോ. ഇപ്പൊ തന്നെ കിട്ടിയില്ല, ഇപ്പൊ തന്നെ ഞാൻ മെന്റലിസം ഒക്കെ പഠിച്ചിട്ടുണ്ട്. പഠിച്ചോ? പക്ഷെ ഒന്നേ ഉള്ളൂ. ഇല്ല ഇല്ല ഇല്ല. ഇപ്പൊ അവളുണ്ടോ? പുള്ളിക്കാരി ഉണ്ടോ? അപ്പൊ പുള്ളിക്കാരി ശ്രദ്ധിക്കണം, ഇവനെ വിശ്വസിക്കരുത്, അത്രയുള്ള എനിക്ക് പറയാൻ. പുള്ളിക്കാരി എന്നാ ചെയ്യുന്നത്? പുള്ളിക്കാരി ഇപ്പൊ PSC പഠിച്ചോണ്ടിരിക്കുക. ആ നല്ല മോളാണ്, നല്ല രീതിയിൽ പഠിക്കൂ കേട്ടോ. ഇനി ഞാൻ ഒരു കാര്യം, ഇപ്പോൾ നീ കണ്ണു തുറന്നോ? ഇനി കണ്ണു തുറന്നോ? ആ എനിക്ക് മെന്റലിസം ഒരു തേങ്ങ അറിയില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കണ്ടന്റ് കിട്ടിയില്ലേ ഞാൻ കാരണം? കിട്ടിയില്ലേ? ആ അപ്പൊ ഇനി നീ കണ്ണ് തുറന്നോ? ഇപ്പോഴും കണ്ണ് കൈ വിട്ടില്ലായിരുന്നു കേട്ടോ, കൈ അതുപോലെ പിടിച്ചു വെച്ചേക്കുവായിരുന്നു. അതെ അതെ അതെ, ഇനി അതെന്റെ മേലോ. അതുകൊണ്ട് ഞാൻ പിടിച്ചെന്നല്ല, പുള്ളിക്കാരി അവിടെ അപ്പൊ ഗൈസ് നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ എന്താണ്? സാദിക് വ്ലോഗ്സ്. അപ്പൊ സാദിക് വ്ലോഗ്സ്, നിന്റെ പേരെന്നാ? അരവിന്ദ്. ഇതിപ്പോ നിങ്ങളുടെ ചാനലാണോ എന്റെ ചാനലാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. സാദിക് വ്ലോഗ്സ് അല്ലേ? ഓക്കെ, സാദിക്കിന്റെ ബ്ലൗസാ. എന്റെ വീട് മരട ഇവിടെ തന്നെയാണ്, ഞാൻ ഇവിടെ തന്നെയാണ്. തിരുവല്ല അല്ലല്ല കോട്ടയം. ഇനി എന്നെ മാത്രം ഫോക്കസ് ചെയ്യില്ല, അവളെയും ഫോക്കസ് ചെയ്തു. ഞങ്ങളുടെ കൊമ്പൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട്. ഞങ്ങൾ കൊമ്പൊക്കെ അവിടെ ബാർഗെയിൻ ചെയ്ത് മേടിച്ചതാണ്, 2 കൊമ്പൊക്കെ. അതൊക്കെ നമ്മൾ പറഞ്ഞു, ഒരെണ്ണത്തിന് 100 പറഞ്ഞു, 2 കൂടെ 100. പിന്നെ ഞങ്ങൾ വേണേൽ ഫ്രീ തരാം, ഒന്ന് പോയി തരുമോ എന്ന് ചോദിച്ചു ഞങ്ങളോട്. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ വല്ലതും കിട്ടിയോ നിങ്ങൾക്ക് കണ്ടന്റ് ആക്കാൻ? ആ പക്ഷെ നിങ്ങൾ അല്ലേ, ഞങ്ങളത്ര നിങ്ങൾക്ക് എവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല, അത് കിട്ടുന്നില്ല. അപ്പൊ ശരി എന്നാ, അപ്പൊ നന്നായി വരട്ടെ, 1 million ഒക്കെ അടിക്കട്ടെ. അപ്പൊ ഓക്കെ, ബൈ ഗൈസ്, ബൈ ബൈ. പിടിച്ചോളൂ, ബൈ ബൈ. ശരി എന്നാ, ശരി ബൈ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടായിരുന്നു. ടൈമായി. അരവിന്ദ്, നിന്റെ എങ്ങനെയായിരുന്നു ഈ ഫസ്റ്റ് എക്സ്പീരിയൻസ്? നീ ആദ്യമായിട്ടല്ലേ? സൂപ്പർ. ഒറ്റ വാക്കില് സൂപ്പർ. അത് അടിപൊളി ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കറങ്ങുമായിരുന്നു. ഇത് ഈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ കറങ്ങുമായിരുന്നു. ഇപ്പം എന്തോ മെഷീൻ കംപ്ലൈൻറ്റ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പം വർക്കിംഗ് അല്ലാത്തത്. സോ ഓക്കെ, ബൈ. ഇതാണ് എൻ്റെ പ്രൊഫൈൽ. എൻ്റെ പ്രൊഫൈൽ കാണിച്ചു. ഇതെൻ്റെ പ്രൊഫൈല്. ഫോട്ടോ എടുക്കാനെടുത്ത് എൻ്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും.